തമിഴ്നാട്ടിലെ നീലഗിരി, താളൂർ, ബിദർക്കാട്, കയ്യൂന്നി മേഖലയിൽ അലഞ്ഞു നടന്ന പുലി അവസാനം കെണിയിലായി. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് ഈ പുലി പെട്ടുപോയത്. അവശ നിലയിലായ പുലിയെ മുതുമലയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം പുലി നടന്നു പോകുന്ന ദൃശ്യം യാത്രക്കാർ പകർത്തിയിരുന്നു. അതോടെയാണ് ഈ പുലി വളരെ പോപ്പുലറായത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. പറയൂ സുർജിത്ത്. SKN നമ്പ്യാർകുന്ന് അതിർത്തിക്ക് അപ്പുറമുള്ള പ്രദേശമാണ് ഈ പിതർക്കാട് എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്ത് കേരള വനംവകുപ്പ് വെച്ച കൂട്ടിൽ നമ്പ്യാർകുന്നിലെ ആ പുലി കെണിയിലായി. അതോടൊപ്പം ഇന്ന് മറ്റൊരു സമാധാന വാർത്തയാണ്. ഈ അപ്പുറത്ത്, അതായത് അതിർത്തിക്ക് അപ്പുറത്ത് മറ്റൊരു പുലിയും റോന്തു ചുറ്റുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നാണ്. കഴിഞ്ഞ ദിവസം യാത്രക്കാർ ഒരു അവശനായ പുലിയുടെ ദൃശ്യം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടിട്ടുള്ളതാണ്. ആ പുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അവശ നിലയിലുള്ള പുലിയാണ്. പിതൃക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പ്രദേശമാണിത്. ധാരാളം മലയാളികളൊക്കെ താമസിക്കുന്ന അതിർത്തി പ്രദേശമാണിത്. അവിടെയാണ് ഇപ്പോൾ പുലി ഇന്ന് കൂട്ടിലായിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച കൂട്ടിൽ, തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി ആയിട്ടുള്ളത്. അയ്യങ്കൊല്ലി, നരിക്കൊല്ലി, അതോടൊപ്പം തന്നെ വാളാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പരിസരം, അതോടൊപ്പം തന്നെ കയ്യൂന്നി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അവശ നിലയാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് പിടിയിലായ പുലിയെ ഇതിനുശേഷം മുതുമലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുതുമലയിൽ വിശദമായ പരിശോധന നടത്തും, ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതിനുശേഷം തൃപ്തികരമായ ആരോഗ്യസ്ഥിതി എങ്കിൽ മാത്രം അതിനെ ഉൾവനത്തിൽ തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്കാണ് തമിഴ്നാട് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. ഒരേ ദിവസം തന്നെ കേരളത്തിന്റെ ഭാഗത്തായ ഈ നമ്പ്യാർകുന്ന് ഭാഗത്ത് പുലി കെണിയിലായി. അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള പിതൃക്കാട് മേഖലയിലും മറ്റൊരു പുലി കെണിയിലായ ഒരു സ്ഥിതിയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, എന്തായാലും ജനങ്ങളുടെ ഭീതി അകന്നു കാണും എന്ന് ഞാൻ കരുതുന്നു.